നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹിദേവേ നമഃ. വരാഹിദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹിദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇപ്പോൾ നടക്കുന്നത് വസന്ത നവരാത്രി, സ്ത്രീകൾക്കെന്നേ ഉള്ളത്. പെൺദൈവങ്ങളെ വണങ്ങി ചെയ്യുന്നത്. നമുക്ക് ജീവിതത്തിൽ എന്താണ് ആവശ്യം എന്നത് നമ്മൾ വരാഹിയമ്മയെ ഈ നവരാത്രി ടൈമിൽ പ്രാർത്ഥിച്ച് ചോദിച്ചാൽ അത് ഇരട്ടി ബലത്തോടു കൂടി അമ്മ നേടിത്തരും. നവരാത്രിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു വർഷത്തിൽ 4 നവരാത്രിയാണ് വരുന്നത്. ശ്യാമള നവരാത്രി, ശാരദാ നവരാത്രി, ആഷാഢ നവരാത്രി. അതിനുശേഷമാണ് ഇപ്പോൾ നടക്കുന്ന വസന്ത നവരാത്രി. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഈ വസന്ത നവരാത്രിയിൽ വരാഹിയമ്മയ്ക്ക് ചെയ്യേണ്ട ഒരു എളിയ വഴിപാടിനെയാണ് പറയുന്നത്. ഇത് എന്താ വെച്ചാൽ വറ്റാത്ത പണവരവ് നമുക്ക് വരാനായിട്ട് ചെയ്യേണ്ട വഴിപാടാണ്. ഈ ടൈമിൽ നിങ്ങൾ വന്നിട്ട് അമ്മയുടെ അറിയാവുന്ന എല്ലാ മന്ത്രങ്ങളും ചൊല്ലിക്കൊള്ളുക. കൂടെ ഞാൻ പറയുന്ന ഈ മന്ത്രം വഴിപാട് നടത്തുന്ന സമയത്ത് 108 തവണ ചൊല്ലണം. ഇനി ഈ വഴിപാട് എപ്പോൾ ചെയ്യണമെച്ചാൽ രാത്രി 8 മണിക്ക് മേലെ 11 മണിക്ക് ഉള്ളിൽ, അതായത് ആഫ്റ്റർ 8 PM to 11 PM ഇതിനിടയ്ക്ക് നിങ്ങൾ ഇത് ചെയ്തോളുക. പിന്നെ ശുദ്ധബദ്ധമായി ഇരിക്കുന്നവർ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല. പീരിയഡ്സ് ടൈമിലും ഇത് ചെയ്യാൻ പാടില്ല. ശുദ്ധമായിരിക്കുന്നവർ മാത്രം ചെയ്തോളുക. വേറൊന്ന്, ഈ വഴിപാട് വന്നിട്ട് സ്ത്രീകൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നവരാത്രി വഴിപാട് എന്നത് നമുക്ക് മനസ്സ് തെളിവിനും ദേഹത്തെളിവിനും എല്ലാം ഉള്ളതാണ്. അത് മാത്രമല്ല, നമ്മുടെ ആത്മബലത്തെ വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. ഈ വഴിപാടിന് ആവശ്യമുള്ള പൊരുൾകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ഗുണ്ടുമഞ്ഞളാണ് ഇതിന് അത്യാവശ്യം വേണ്ടിയത്. കൂടെ കുങ്കുമവും വേണം. പിന്നെ ഇത് വയ്ക്കാനായിട്ട് ഒരു തട്ട്, അത് സ്റ്റീലോ ബ്രാസോ സിൽവറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാച്ചാൽ എടുത്തോളുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ കുപ്പിവളകൾ എന്തിനു വേണ്ടിയാണെന്ന്. അത് പറയാം. ഗുണ്ടുമഞ്ഞൾ വെച്ചിട്ടാണ് നമുക്ക് ഈ വഴിപാട് ചെയ്യേണ്ടിയത്. ഇത് ചെയ്യുന്ന സ്ത്രീകൾ നിങ്ങൾ കുളിച്ച് നിങ്ങൾക്ക് പറ്റുന്ന മാതിരി നിങ്ങൾ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി തലയിൽ മുല്ലപ്പൂവോ പിച്ചിപ്പൂവോ മല്ലിപ്പൂവോ ഏതിരുന്നാലും റോസോ നിങ്ങൾ വെച്ച് പൊട്ടു തൊട്ട് കണ്ണെഴുതി നല്ല ഡ്രസ്സ് ചെയ്ത് മാത്രമേ ഈ വഴിപാട് ചെയ്യാൻ പാടുള്ളൂ. കൂടെ ഞാൻ ഈ വച്ചിരിക്കുന്ന കുപ്പിവളകളുണ്ടല്ലോ, കുപ്പിവളകൾ അണിഞ്ഞോളുക. അത് പച്ച കളറ് കുപ്പിവളകൾ കിട്ടിയാൽ അതാണ് ഏറ്റവും ബെറ്റർ. അതല്ല, അത് കിട്ടിയില്ല വെച്ചാൽ നിങ്ങൾ ചുവപ്പോ മഞ്ഞളോ ഏതെങ്കിലും കളറ് എടുത്തോളുക. ഇത് ഞാൻ അണിയാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ. ആവശ്യം വേണ്ടത് ഒരു ഗുണ്ടുമഞ്ഞൾ, കുങ്കുമം, കുപ്പിവളകൾ നമുക്ക് അണിയാൻ വേണ്ടിയിട്ടുള്ളത്. മനസ്സിലായോ? കുപ്പിവളകൾ അണിയണമെന്ന് പറയുന്നത് എന്താ വെച്ചാൽ അതിന് കാരണം അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കുപ്പിവളകൾ. ഇത് ചെയ്യും പക്ഷത്തിൽ നിശ്ചയമായും നിങ്ങൾക്ക് നല്ല ഒരു പണവരവ് അമ്മ കൊണ്ടുവന്ന് തരും. വഴിപാട് എന്നത് ഒന്ന് തന്നെയാണ്. പക്ഷേ ഓരോരുത്തർക്കും ഓരോരോ തരത്തിലും നേർച്ചകളിരിക്കും, ആവശ്യങ്ങളിരിക്കും. അതിന് ചേരുന്ന മാതിരി ആവശ്യം നിങ്ങൾ മനസ്സിൽ കരുതിയിട്ട് ഈ വഴിപാട് നിങ്ങൾ ധാരാളമായി ചെയ്യാവുന്നതാണ്. ഇത് വന്നിട്ട് കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്ക് നല്ല സുമംഗലീ വരത്തെയും കല്യാണം കഴിയാത്ത പെൺകുട്ടികൾക്ക് നല്ല കല്യാണയോഗവും കൊടുക്കുന്നതാണ്. പിരിഞ്ഞു താമസിക്കുന്നവർക്ക് ഒന്നിക്കാനുള്ള അവസരം കിട്ടും. അതുപോലെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവാനുള്ള വരം കിട്ടാനും ഇത് സഹായിക്കും. നല്ല ജോലി വേണമെന്നുള്ളവർക്ക് അത് വന്നു ചേരും. ആരോഗ്യം മെച്ചപ്പെടണമെന്നുള്ളവർക്ക് അത് മെച്ചപ്പെട്ട് കിട്ടും.
പിന്നെ വഴക്കുകളിൽ എന്തെങ്കിലും കേസ് പരമായിട്ട് വിജയം നേടണമെങ്കിൽ അതിൽ വിജയം കിട്ടും. നിങ്ങൾക്കിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തായിരുന്നാലും അത് വന്ന് തീരാനായിട്ട് ധാരാളമായിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, ഈ വഴിപാട് ചെയ്യാം. നിങ്ങൾ രാത്രി 8 മണിക്കും 11 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് ഈ വഴിപാട് ചെയ്യുമ്പോൾ പൂജ അറയിൽ വരാഹിയമ്മൻ്റെ പടമോ ശിലയോ ഇരുന്നാൽ ഫസ്റ്റ് അവിടെ ഒരു ദീപം വയ്ക്കുക, അമ്മയ്ക്ക് കൂടെ ഒരു നൈവേദ്യവും വെച്ചോളുക. അതൊക്കെ അറിയാമല്ലോ. അമ്മയ്ക്ക് കഴിക്കാനും കുടിക്കാനും വയ്ക്കുക. അത് മണ്ണിനടിയിൽ വളരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളോ മാതളം പഴമോ ഓറഞ്ചോ നിങ്ങൾക്ക് എന്താ കിട്ടുക അത് വയ്ക്കുക. അമ്മയ്ക്ക് കുടിക്കാനായിട്ട് പാനകമോ അല്ലെങ്കിൽ പാല് തിളപ്പിച്ച് അതിൽ കർക്കണ്ട് ചേർത്തോ വച്ചോളുക. ഏതെങ്കിലും നൈവേദ്യം വച്ച് അമ്മയ്ക്ക് ഈ വഴിപാട് നിങ്ങൾ അവശ്യം ചെയ്തോളുക. പറഞ്ഞുല്ലോ, ഇതിനാവശ്യം ഒരേ ഒരു ഗുണ്ടുമഞ്ഞൾ മാത്രം. ഗുണ്ടുമഞ്ഞൾ എല്ലാവരുടെയും വീട്ടിലും ഇരിക്കും, ഇല്ലാച്ചാൽ അങ്ങാടിക്കടയിൽ വാങ്ങാൻ കിട്ടും. മഞ്ഞൾ മീൻസ് നല്ല കാര്യങ്ങൾ, മംഗളകരമായത് നടക്കും എന്നതാണ് കുറിക്കുന്നത്. സോ ഒരേ ഒരു മഞ്ഞൾ, അത് നല്ലൊരു പീസ് എടുത്തോളുക. ഇപ്പോൾ വന്നോളൂ, നമുക്ക് വീഡിയോയ്ക്കുള്ളിലേക്ക് പോയി ഈ വഴിപാട് എങ്ങനെ ചെയ്യുന്നെന്ന് നോക്കാം. അതിനു മുന്നേ ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. പറഞ്ഞുല്ലോ, ഒരു തട്ടെടുത്തോളുക. ഒരു ചെറിയ തട്ടിൽ മഞ്ഞളെടുത്ത് വയ്ക്കുക. പറഞ്ഞുല്ലോ, തട്ട് വന്നിട്ട് സ്റ്റീലോ ബ്രാസോ സിൽവറോ ഏത് വേണമെങ്കിലും ആവാം, മൺതട്ട് വേണേലും ആവാം. ഗുണ്ടുമഞ്ഞൾ വെച്ചല്ലോ. മുന്നേ വേറൊരു വഴിപാടിന് യൂസ് ചെയ്ത മഞ്ഞൾ തിരിച്ചും ഇതിനെടുക്കാൻ പാടില്ല. ഫ്രഷായ ഒരു മഞ്ഞൾ മാത്രമേ നിങ്ങൾ ഇതിന് എടുക്കാൻ പാടുള്ളൂ. വൺസ് അഗൈൻ ഓർത്തോളുക, രാത്രി 8 PM 11 PM ഇടയ്ക്കുള്ള സമയത്ത് മാത്രമേ ഈ വഴിപാട് ചെയ്യാൻ പാടുള്ളൂ. പൊതുവെ വരാഹിയമ്മയ്ക്ക് വഴിപാടുകളെല്ലാം രാത്രി നേരത്ത് ചെയ്യുന്നതാണ് ഉചിതം. കാരണം വരാഹിയമ്മ രാത്രി ദേവത. സോ രാത്രി 12 മണി ടൈമൊക്കെ എന്ന് വെച്ചാൽ ആ ടൈമിൽ നമ്മൾ പൂജ ചെയ്യുമ്പോൾ നമ്മൾ മറ്റു സമയങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ ഒരു നല്ല ബലം നമുക്ക് കിട്ടും. അത് ഇരട്ടി ബലമായിരിക്കും. അത് ചെയ്യുന്നവർക്കറിയാം. വേറൊന്ന്, ദിവസേന രാവിലെ കുളിക്കുന്നവരാണെങ്കിൽ ഈ വഴിപാട് തുടങ്ങുമ്പോൾ കൈകാൽ അലമ്പി ഫേസ് വാഷ് ചെയ്ത് ഫ്രഷായിക്കൊള്ളുക. അതല്ല, ഈ വഴിപാട് ചെയ്യുന്നതിന് മുന്നേ കുളിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അപ്പോൾ തന്നെ കുളിച്ചോളുക. പറഞ്ഞുല്ലോ, കണ്ണാടി വളകൾ പച്ച കളറ് കിട്ടിയില്ലെങ്കിൽ മാത്രമേ ചുവപ്പോ മഞ്ഞ കളറോ എടുത്തോളുക. നല്ല അണിഞ്ഞൊരുങ്ങി ആഡംബര പ്രൗഢിയായി ഇരുന്നിട്ട് വേണം നിങ്ങൾ ഈ കുങ്കുമാർച്ചന അമ്മയ്ക്ക് മുന്നിൽ ചെയ്യേണ്ടത്. നമ്മുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും തടസ്സമില്ലാതെ നടക്കുന്നതിന്, ഒരു ജോലി കിട്ടാൻ, എബ്രോഡ് പോകാൻ അവസരം കിട്ടാൻ, ചില പേരാണെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടിയായിരിക്കും, ചില പേര് കല്യാണം നടക്കാനായിട്ട്, ഒന്നിനും തടസ്സമില്ലാതെ നടക്കണം. അമ്മയുടെ അനുഗ്രഹം പൂർണ്ണമായും കിട്ടാനും, സ്ത്രീകൾക്ക് സുമംഗലി ഭാഗ്യം നിലനിർത്താനും, കല്യാണമാകാത്ത പെൺകുട്ടികൾക്ക് നല്ല കല്യാണം നടക്കാനും, അതുമാത്രമല്ല പിരിഞ്ഞു താമസിക്കുന്ന ദമ്പതികൾ ഒന്നിക്കാനും ഈ കുങ്കുമാർച്ചന വരാഹിയമ്മയ്ക്ക് മുന്നിൽ നിങ്ങൾ ചെയ്യുമ്പോൾ അമ്മ അതിനുള്ള ഒരു ഫലം നിങ്ങൾക്ക് കൊണ്ടുതരും. ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾ വരാഹിയമ്മയ്ക്ക് മുന്നിൽ ഈ കുങ്കുമാർച്ചന ചെയ്തോളുക. സോ ഞാൻ മന്ത്രം തരാം. ഏത് മന്ത്രം എന്ന് ചോദിച്ചാൽ മികവാർന്ന ശക്തിയാർന്ന വരാഹി മന്ത്രം. ഓരോരോ തവണ മന്ത്രം ചൊല്ലുമ്പോൾ ഓരോ നുള്ളു കുങ്കുമം നിങ്ങൾ ഈ മഞ്ഞളിന് അടുത്തായിട്ട് തട്ടിലേക്ക് ഇടണം. കുറഞ്ഞത് 9 തവണ നിങ്ങൾ മന്ത്രം ചൊല്ലി കുങ്കുമാർച്ചന ചെയ്യണം. പിന്നെ വേറൊന്ന്, നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണം, മുഴുവലം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ 108 തവണ തന്നെ മന്ത്രം ചൊല്ലി ഈ കുങ്കുമാർച്ചന ചെയ്തോളുക. അതാണ് ഒത്തിരി ബെനിഫിഷ്യൽ. കുങ്കുമാർച്ചന ചെയ്യുമ്പോൾ
ചൊല്ലേണ്ട മന്ത്രം ഏതാണെന്ന് നോക്കാം. നമ്മൾ ഇന്ന് വന്നിട്ട് ഉച്ചരിക്കേണ്ട മികവാർന്ന വരാഹി മന്ത്രം ഇതാണ്. ഇത് വന്ന് കാര്യസിദ്ധി മന്ത്രം. നിങ്ങൾ മനസ്സിൽ കരുതുന്ന ഏത് തടസ്സവുമില്ലാതെ നിങ്ങളുടെ കാര്യം വിജയിപ്പിക്കാനുള്ളത്, അത് പെട്ടെന്ന് നടന്നു കിട്ടാനുള്ള ശക്തിയാർന്ന ഒരു വരാഹി മന്ത്രം നോട്ട് ചെയ്ത് വെച്ചോളുക. ഓം ശ്രീം ഹ്രീം സൗം ക്ലീം ചക്രനായകീ നമോ നമഃ. ഓം ശ്രീം ഹ്രീം സൗം ക്ലീം ചക്രനായകീ നമോ നമഃ. ഓം ശ്രീം ഹ്രീം സൗം ക്ലീം ചക്രനായകീ നമോ നമഃ. ഈ മന്ത്രം ചൊല്ലി ഓരോ തവണയും കുങ്കുമാർച്ചന നടത്തുക. മന്ത്രം ചൊല്ലി കുങ്കുമം മഞ്ഞൾ പക്കത്ത് വയ്ക്കാവുന്നതാണ്. നിങ്ങൾ എല്ലാം ചെയ്ത് തീർത്ത അപ്പുറം രാത്രി ഫുള്ളായിട്ട് പൂജ അറയിൽ തന്നെ ഇത് തട്ട് വെച്ചോളുക. എന്നിട്ട് മറുനാൾ, അതായത് നാളെ രാവിലെ ഈ കുങ്കുമം നിങ്ങൾ ഒരു ബോക്സിൽ വെച്ച് തനിയായിട്ട് എടുത്ത് വയ്ക്കുക. നിങ്ങളത് ഡെയിലിയും യൂസ് ചെയ്തോളുക. മുന്നാടി കുങ്കുമാർച്ചന ചെയ്ത ഡപ്പയിൽ വേണേലും നിങ്ങൾ കുങ്കുമത്തെ ഇട്ട് വയ്ക്കാവുന്നതാണ്. ഈ ഗുണ്ട് മഞ്ഞൾ വന്നിട്ട് ഭദ്രമായിട്ട് പൂജ അറയിൽ വരാഹിയമ്മനോടെ പടത്തിന് താഴെയോ അതല്ല വെച്ചാൽ നിങ്ങളുടെ പണപ്പെട്ടിയിലോ നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. അടുത്ത മാസം വളർപ്പിറ പഞ്ചമി വരുന്ന ആ സമയത്തിന് നിങ്ങൾ ഈ മഞ്ഞൾ എടുത്തിട്ട് പൊട്ടിച്ച് അത് നന്നായിട്ട് ഉണക്കിയെടുത്ത് പൊടിയാക്കി യൂസ് ചെയ്തോളുക. അത് കുളിക്കുന്ന വെള്ളത്തിലും യൂസ് ചെയ്യാം, കൈകാലിൽ തടവാനോ ഫേസിൽ അപ്ലൈ ചെയ്യാനോ എന്തിനു വേണമെങ്കിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചോളുക. ഇന്നത്തെ പതിവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.